ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും അമ്മയും എന്നോട് ചെയ്തെടുക്കാൻ പോകുന്ന താറാവ് റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, നാരങ്ങ നീര് കുറച്ച്. അമ്മ സ്പൂണിലാക്കാൻ നോക്കിയപ്പോൾ പറ്റില്ല, അപ്പോൾ സ്പൂണിൽ കുറച്ച് വീണത് ഒഴിച്ചു. കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഞാൻ മിക്സ് ചെയ്തപ്പോൾ പറ്റിയില്ല, അപ്പോൾ അമ്മ വന്ന് മിക്സ് ചെയ്ത് തന്നു. കുറച്ച് സവാള ഇടാണ്, പൊട്ടിത്തെറിക്കുകയും ശ്രദ്ധിക്കണം. പിന്നെ ചെറിയുള്ളി, പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കണം. സവാള നന്നായി വഴണ്ടിട്ട് ഇനി ബാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ഉപ്പിടണം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണേ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, പിന്നെ മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മൊത്തം മൂത്ത് കഴിഞ്ഞിട്ട് അരിഞ്ഞു വെച്ച് തക്കാളി ഇടാം. നന്നായി മിക്സ് ചെയ്യുക. ഇതിലിട്ട് തക്കാളി ഒന്ന് വേവുന്നിടം വരെ അടച്ചിട്ട് ഒന്ന് വേവിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കണം. തക്കാളി വെന്ത് തുടങ്ങി. കുരുമുളക് പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഞാൻ മാതളനാരങ്ങ ഇങ്ങോട്ട് ഇട്ടു. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് വേവിക്കാൻ വെച്ച താറാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. താറാവിൻ്റെ നെയ്യ് ഉരുകിയിട്ട് എണ്ണ പോലെ ഇങ്ങനെ വരും. അമ്മ നേരത്തെ തന്നെ കാണിച്ചു തന്നു. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല്. അമ്മ തുപ്പുന്ന് എന്താ അമ്മ? ഇത് തുറന്നിട്ട് ഉപ്പ് എരിവൊക്കെ പാകത്തിനുണ്ടോ നോക്കണം. എരിവ്
ഇല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിക്കണം. നമുക്ക് ഇത്തിരി ഗരം മസാല കുറവായതുകൊണ്ട് നമ്മൾ ഇത്തിരി ഗരം മസാല ഇടുകയാണ്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ബബിൾസ് ഒക്കെ വന്നിട്ട് തിളക്കിയാന്ന് തോന്നുന്നത്. ശകലം ചാറോടെ ഇവിടെ ഞങ്ങൾ നിർത്താണ്ട് ശകലം കരിയാപ്പല അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് ഇത് ഞങ്ങൾ നിർത്തുകയാണ്. ചെറുതായിട്ടൊന്ന് ഇളക്കണം. ചെറിയ ചാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് വറ്റും. അതാണ് ഞങ്ങൾ ചെറിയ ചാറിൽ ഇത് നിർത്തുന്ന. കണ്ടില്ല, തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ താറാവ് റെസിപ്പി